അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ആഘോഷങ്ങൾ അതിരുകടക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പല വാർത്തകളും പല ന്യൂസുകളും നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് പല വിദ്യാർത്ഥി സമൂഹങ്ങളും പല വിദ്യാർത്ഥികളും ഇന്ന് ലഹരിക്ക് അടിമപ്പെടുന്നത്, അന്നേ ദിവസം ഒന്ന് ആരംഭിച്ച് വെക്കുന്നത് ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങളിലാണ് നമ്മൾ കേൾക്കുമ്പോൾ നമ്മളേറെ വേദനിപ്പിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പല ആത്മഹത്യ സംഭവങ്ങളും നമ്മൾ അറിയുന്നു. പലരും ആദ്യമായി മദ്യപിച്ചതുകൊണ്ടും ഒരുപാട് അതിനെ ഉപയോഗിച്ചതുകൊണ്ടും മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നു, മാനസിക സംഘർഷങ്ങൾ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എൻ്റെ വിദ്യാർത്ഥി സമൂഹമേ, നമ്മൾ ഏതൊരു തെറ്റിലേക്ക് കാലെടുത്ത് വെക്കുമ്പോഴും അതിൻ്റെ മാധുര്യം ആസ്വദിക്കാൻ കഴിയുന്നത് ദിവസങ്ങൾ മാത്രമാണ്. 1, 2, 3 പ്രാവശ്യം ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ മാധുര്യവും സുഖവും അനുഭവിക്കാൻ സാധിക്കുക. അല്ലാതെ നമ്മൾ നിരന്തരമായി അത് ചെയ്യുമ്പോൾ ഒരിക്കലും അതിൻ്റെ ഒരു ആസ്വാദനവും നമുക്കതിൽ നിന്ന് ലഭിക്കുകയില്ല എന്നതാണ് ഏറെ ദുഃഖകരമായ കാര്യം. നമ്മൾ ചിന്തിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണത്. ഇനി എത്ര അടുത്ത സുഹൃത്താണെങ്കിലും എത്ര അടുത്ത കൂട്ടുകാരനാണെങ്കിലും നീ അത് ഉപയോഗിക്കടാ, ഒരു ക്ലാസ് ഒന്ന് കുടിച്ച് നോക്ക്, അല്ലെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്ക് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ പല വിധത്തിലുള്ള എൻഡെമ്മ് പോലെ, കഞ്ചാവ് പോലെ, അങ്ങനെ പല വിധത്തിലുള്ള സാധനങ്ങളുണ്ടല്ലോ, പല പേരിൽ അറിയപ്പെടുന്നത്. ഏതുമാകട്ടെ, ഏതുമൊന്നും നമ്മൾ ഉപയോഗിച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ആസ്വാദനം, അതിൻ്റെ ഒരു ലഹരി, അതിൽ നിന്ന് അത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഡോപാമിൻ്റെ ഉൽപ്പാദനം, നമുക്കൊരു സന്തോഷത്തിൻ്റെ ഹോർമോണുകൾ ശരീരത്തിൽ ഉൽപ്പാദിക്കുന്നത്, ഇതൊക്കെ വളരെ വളരെ വിരളമായ ദിവസങ്ങളിൽ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. നിരന്തരമായത് ഉപയോഗിക്കുമ്പോൾ മദ്യപിക്കുന്ന ആളോട് ചോദിച്ചു നോക്കും, മദ്യപിക്കുമ്പോൾ എന്തെങ്കിലും സുഖമുണ്ടോ? ഇപ്പോൾ ഈ അടുത്ത കാലത്ത് നമ്മളൊരു കോമഡി കണ്ടത്, ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അദ്ദേഹം മദ്യപിക്കാൻ എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ആളുകളൊക്കെ പറഞ്ഞ് ഞാൻ സുഖിച്ച് ജീവിക്കാൻ അത്ര കഷ്ടപ്പെട്ടിട്ട് കുടിക്കുന്നത് തന്നെ. ഒരു തമാശ എന്ന രൂപത്തിൽ കോമഡി ആയി ചെയ്തതാണ്, പക്ഷേ അത്ര പ്രയാസമുണ്ട് കുടിക്കാൻ പോലും. അപ്പോൾ കിട്ടുന്ന കുടിച്ച് കഴിയുമ്പോൾ ഒരു ആനന്ദം, ഒരു ഹാപ്പിനെസ്, അല്ലെങ്കിൽ ആരോടും 4 തെറി പറയാൻ, അല്ലെങ്കിൽ അത് ധൈര്യത്തും, ചില ആളുകൾ പറയും ധൈര്യസമയത്തൊന്ന് എഴുന്നേറ്റൊന്ന് പറയും, ഒന്ന് സംസാരിക്കാൻ വേണ്ടിയാണ് ഞാൻ 2 ഗ്ലാസ് അടിച്ചത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തെ, നമ്മൾ കുട്ടികളിലേക്ക് നോക്കൂ, അവർ എത്ര ആർജവത്തോടെ സംസാരിക്കുന്നത്, പക്ഷേ അവരുടെ മാതാപിതാക്കളും അവരുടെ അടുത്ത ആളുകളും പിന്നീട് അവരുടെ പാരൻസായി വരുന്ന പിന്നീട് ടീച്ചർമാരും ആളുകളൊക്കെ അവരാ ശബ്ദത്തിൻ്റെ പോലും, ആ സൗണ്ട് പോലും, അവരുടെ ആ എനർജിയെ തല്ലി തകർത്ത് ഒരു എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും കഴിയാത്ത, ഒന്ന് ഉച്ചത്ത് ഒച്ച വെക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആ കുട്ടികളെപ്പോലും മാറ്റിയെടുത്തു ഇന്നത്തെ സമൂഹം എന്നത് യാഥാർത്ഥ്യമാണ്. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ തന്നെ എനർജി ഉണ്ട്, ആവശ്യത്തിന് മോട്ടിവേഷനുകൾ നിങ്ങൾക്ക് നൽകാം, നിങ്ങൾക്ക് വ്യായാമങ്ങൾ ചെയ്യാം, നിങ്ങൾക്ക് നല്ല സംസാരിക്കേണ്ട കഴിവുണ്ടെങ്കിൽ അത് ആർജിച്ചെടുക്കാം, മോട്ടിവേഷൻ സ്പീച്ചുകൾ കേൾക്കാം, അധികമായി സംസാരിക്കുകയും അതിലൂടെ സംസാരത്തിൻ്റെ കഴിവ് വർദ്ധിപ്പിക്കുകയും ചെയ്യാം. അതുപോലെ എല്ലാ കുട്ടികളും വ്യത്യസ്തരല്ല, നിങ്ങളെല്ലാവരും ഒരുപോലെയല്ല, മറിച്ച് പല കഴിവുകളുള്ളവരാണ്. നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾക്ക് ഉള്ള കഴിവ് എന്താണ്? എന്തെങ്കിലും മെക്കാനിക്കലി എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടാക്കേണ്ട കഴിവാണോ? ആധുനിക സമൂഹത്തിൽ ഇന്ന് വളരെ ചെറിയ കുട്ടികൾ, 18, 20 വയസ്സായ കുട്ടികൾ ലക്ഷക്കണക്കിന് രൂപ സമ്പാദിക്കുന്നതായിട്ടും, പലർക്കും ക്ലാസ് എടുത്ത് കൊടുക്കുന്നതായിട്ടും, സോഷ്യൽ മീഡിയയിലെ പല സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് അതുപോലെ സോഫ്റ്റ്വെയർ ഉണ്ടാക്കുന്നതായിട്ടും പലതും രൂപപ്പെടുത്തുന്നതായിട്ടും, മൊബൈലിലൂടെയും ആപ്ലിക്കേഷനിലൂടെയും, അങ്ങനെ പല ആപ്ലിക്കേഷൻ കണ്ടുപിടിക്കുന്ന, അങ്ങനെ പല രീതിയിലുള്ള തലങ്ങളുള്ളവരുണ്ട്. ഭാഷകൾ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഭയങ്കര മികച്ച കുട്ടികളുണ്ട്. നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ, സംസാരിക്കാൻ, ഓരോ ഇംഗ്ലീഷ് ഓരോ കുട്ടികൾ സംസാരിക്കുമ്പോൾ അതേ രീതിയിൽ, അതേ ശൈലിയിൽ സംസാരിക്കാൻ, അറബി സംസാരിക്കുമ്പോൾ അതേ ശൈലിയിൽ സംസാരിക്കാൻ, അങ്ങനെ പല വിധത്തിലുള്ള കഴിവുകളുണ്ടവരുണ്ട്. അങ്ങനെയുള്ള നിങ്ങളുടെ കഴിവുകളിലേക്ക് നിങ്ങൾ കൂടുതൽ ആഴത്തിലിറങ്ങുകയും, അങ്ങനെ നിങ്ങൾ ആ കഴിവുകളെ മെച്ചപ്പെടുത്തി ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി പരിശ്രമിക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞു, തിന്മകളുടെ ആധിക്യം അത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉണ്ടാകുകയുള്ളൂ. അതിൽ നിന്ന് കിട്ടുന്ന ഹാപ്പിനെസ്സും സന്തോഷവും, നമ്മൾ എത്ര അടുത്ത സുഹൃത്താണെങ്കിലും, എത്ര അടുത്ത കുടുംബക്കാരനാണെങ്കിലും, എത്ര അടുത്ത് നമ്മൾ ഇടപഴകുന്ന ആളാണെങ്കിൽ പോലും നോ എന്ന് ചില സന്ദർഭങ്ങളിൽ പറയാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇങ്ങനെയുള്ള ആഘോഷ ദിവസങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ആഘോഷ ദിവസങ്ങൾ, ഇതിനു വേണ്ടിയുള്ള തുടക്കം, ഒരു ലഹരി, ഒരു പഫ് എടുക്കാൻ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് അടിക്കാൻ, എന്തെങ്കിലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ തുടക്കമാക്കി മാറ്റാനുള്ള ദിവസമായി നിങ്ങൾ മാറ്റരുത്. മറ്റു ആഘോഷങ്ങൾ നിങ്ങൾ ഏർപ്പെടാം, മറ്റു രീതിയിലുള്ള ആഘോഷങ്ങൾ നമ്മൾ വിലക്കി സംസാരിക്കുന്നില്ല ഞാൻ. പക്ഷേ അത് ഈ തിന്മയ്ക്ക് വേണ്ടി തുടക്കം കുറിക്കുന്ന ദിവസമാകരുത്. അത് നിങ്ങളുടെ ജീവിതത്തെ മുച്ചൂട് നശിപ്പിച്ച് കളയുമെന്നതിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, എത്ര കുട്ടികളെ കൗൺസിലിങ്ങിന് കൊണ്ടുവരുമ്പോൾ അവർ പറയുന്ന വാക്കെന്താണ്? എൻ്റെ കൂട്ടുകാരനാണ് എനിക്ക് ആദ്യമായി തന്നത്, എൻ്റെ അടുത്ത സുഹൃത്താണ് വന്നത്. ഞാൻ സ്ഥിരമായ ഒരു വണ്ടിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹമാണ് എനിക്ക് ഇങ്ങനെ ഒരു കച്ചവടത്തെക്കുറിച്ചും നല്ലൊരു ഫോൺ വാങ്ങാൻ, നല്ലൊരു കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ പല രീതിയിൽ എന്നെ വശീകരിച്ചെടുത്തത്. അങ്ങനെ
ഞാനതിന് തന്നെ അടിമപ്പെട്ടു പോയി. എത്ര സ്റ്റേഷനുകൾ, എത്ര പോലീസുമാർ, എത്ര ഉദ്യോഗസ്ഥന്മാർ ചെയ്യുന്ന വീഡിയോകൾ, പറയുന്ന വാക്കുകൾ നമ്മൾ കേൾക്കാറില്ല സുഹൃത്തുക്കളെ. അടിമപ്പെട്ടു പോയി രക്ഷപ്പെടണമെന്നുണ്ട്. അങ്ങനെ പലർക്കും രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ പല വിധത്തിലുള്ള വഴികളുണ്ട്. അതിനു വേണ്ടിയുള്ള പല വിധത്തിലുള്ള വഴികൾ നിങ്ങൾ അന്വേഷിക്കുകയും നിങ്ങളെ ഫോളോ അപ്പുകൾ മാറ്റുകയും നിങ്ങളെ കൂട്ടുകാരനെ മാറ്റി നിർത്തുകയും പകരം പുതിയ നല്ല കൂട്ടുകാരെ സ്വീകരിക്കുകയും അങ്ങനെയുള്ള പല വിധികൾ, പല പോംവഴികൾ നിങ്ങൾ തേടി പോകണം. ഒരിക്കലും അങ്ങനെയുള്ള തിന്മകൾക്ക് തുടക്കം കുറിക്കേണ്ട ദിവസമാക്കി ഈ ആഘോഷ ദിവസങ്ങളെ നിങ്ങൾ മാറ്റരുത്. നന്മയിലൂടെ നന്മയിലായി ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുന്ന ആളുകളായി മാറാൻ, സമൂഹത്തിൽ ഉന്നത നിലവാരത്തിലെത്തേണ്ട ഉന്നത ആളുകളായി മാറേണ്ട വിദ്യാർത്ഥി സമൂഹമാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട്. നല്ല രീതിയിൽ പഠിച്ച് നല്ല രീതിയിൽ വളർന്ന് സമൂഹത്തിന് ഗുണം ചെയ്യുന്ന കുട്ടികളായി നിങ്ങൾ മാറട്ടെ.